ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഈ വീഡിയോയിൽ നമ്മൾ തേർഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്പെരിമെൻറ്റേഷൻ, കോ-ക്രിയേഷൻ ആൻഡ് എൻ്റർപ്രണറിയൽ തിങ്കിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും 3 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൾട്ടിവേറ്റിംഗ് ഐഡിയാസ്, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ഈ 3 ടോപ്പിക്സും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ കൾട്ടിവേറ്റിംഗ് ഐഡിയാസ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഐഡിയ ജനറേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ആർ ദ വേരിയസ് സ്ട്രാറ്റജീസ് ടു ജനറേറ്റ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സസ് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മെയിനായിട്ട് 2 സ്ട്രാറ്റജിയാണുള്ളത്. ഒന്ന് ഐഡിയ ചാമ്പ്യൻഷിപ്പ്, അല്ലെങ്കിൽ അതിനെ ഇന്നൊവേഷൻ ചാലഞ്ചസ് എന്ന് പറയും. ദെൻ കോ-ക്രിയേഷൻ ഫോർ വാല്യൂ ജനറേഷൻ. കോ-ക്രിയേഷൻ ഫോർ വാല്യൂ ജനറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് കസ്റ്റമർ കോ-ക്രിയേഷൻ, സപ്ലയർ കോ-ക്രിയേഷൻ ആൻഡ് പാർട്ട്ണർ കോ-ക്രിയേഷൻ. സോ ഇതെന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ഐഡിയ ചാമ്പ്യൻഷിപ്പ്. സോ ഐഡിയ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ് ഓഫൺ ടൈം ബൗണ്ട് ഡിസൈൻഡ് ടു ഇൻവൈറ്റ് ലാർജ് ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ്, ടിപ്പിക്കലി ഇൻറ്റേർണൽ എംപ്ലോയീസ്. മെയിനായിട്ടും ഇൻറ്റേർണൽ എംപ്ലോയീസിൽ നിന്നും ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡിയാസ് ക്ഷണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഐഡിയ ജനറേഷനാണ് ഐഡിയ ചാമ്പ്യൻഷിപ്പ്. മെയിൻലി ഇൻറ്റേർണൽ എംപ്ലോയീസ് ആണ്. സംടൈംസ് ദേ എക്സ്റ്റെൻഡഡ് ടു എക്സ്റ്റേണൽ കമ്മ്യൂണിറ്റീസ്. സൊല്യൂഷൻസ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് കിട്ടാത്ത സിറ്റുവേഷൻസിൽ എക്സ്റ്റേണൽ പീപ്പിളിൽ നിന്നും ഐഡിയാസ് ക്ഷണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഐഡിയ ജനറേറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഐഡിയ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഹൈ വോളിയം ഓഫ് ഡാറ്റ നമുക്ക് അവൈലബിൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഐഡിയാസ് അവൈലബിൾ ആവും. സോ അതിൽ നിന്ന് ബെറ്റർ വൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സെക്കൻഡ് സ്ട്രാറ്റജിയാണ് കോ-ക്രിയേഷൻ ഫോർ വാല്യൂ ജനറേഷൻ. ദാറ്റ് ഈസ് മറ്റുള്ളവരുമായിട്ട്, ദാറ്റ് ഈസ് സപ്ലയേഴ്സ് ആവാം, പാർട്ട്നേഴ്സ് ആവാം, ഈവൻ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോ-ക്രിയേറ്റ് ചെയ്തിട്ട് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് കോ-ക്രിയേഷൻ ഫോർ വാല്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അണ്ടറിൽ കസ്റ്റമർ കോ-ക്രിയേഷൻ ഉണ്ട്, സപ്ലയർ കോ-ക്രിയേഷൻ ആൻഡ് പാർട്ട്ണർ ഓർ ഇക്കോസിസ്റ്റം കോ-ക്രിയേഷൻ. ഈ 3 ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ കസ്റ്റമർ കോ-ക്രിയേഷൻ ഇൻവോൾവ്സ് കസ്റ്റമേഴ്സ് ഡയറക്ട്ലി ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻസ്, ഫീച്ചർ ഡെവലപ്മെൻറ്റ് ഓർ സർവീസ് ഇംപ്രൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, സർവീസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ഐഡിയാസ് സ്വീകരിക്കുന്നതിനെയാണ് കസ്റ്റമർ കോ-ക്രിയേഷൻ എന്ന് പറയുന്നത്. ദെൻ സപ്ലയർ കോ-ക്രിയേഷൻ ഈസ് കൊളാബറേറ്റിംഗ് വിത്ത് കീ സപ്ലയേഴ്സ് ടു ഡെവലപ്പ് ന്യൂ മെറ്റീരിയൽസ്, കോമ്പണൻസ് ഓർ പ്രോസസ്സസ്. മെയിനായിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് പുതിയ മെറ്റീരിയൽസ്, പുതിയ ടൈപ്പ് ഓഫ് പ്രോസസ്സുകളൊക്കെ പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സപ്ലയർ കോ-ക്രിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് പാർട്ട്ണർ ഓർ ഇക്കോസിസ്റ്റം കോ-ക്രിയേഷൻ. ദാറ്റ് ഈസ് നമ്മൾ നോൺ കോമ്പീറ്റിംഗ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റാർട്ടപ്പുകൾ, ഇവരൊക്കെ ആയിട്ട് അലയൻസസ് കൊളാബറേറ്റ് ചെയ്ത് അവരിലൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് പാർട്ട്ണർ ഓർ ഇക്കോസിസ്റ്റം കോ-ക്രിയേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ ഐഡിയ ജനറേഷൻ. ഐഡിയ ജനറേഷന് വേണ്ടിയിട്ട് ബിസിനസ്സുകൾ അഡോപ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള സ്ട്രാറ്റജീസാണ് ഇവയെല്ലാം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എക്സ്പെരിമെൻറ്റേഷൻ എന്ന ടോപ്പിക്കാണ്. സോ നമുക്കറിയാം, വൺസ് ഐഡിയാസ് ആർ ജനറേറ്റ് ദേ ആർ മിയർലി അസംഷൻസ്. നമുക്ക് ഐഡിയാസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അസംഷൻസ് മാത്രമാണ്. ദാറ്റ് ഈസ് ഇത് എത്രത്തോളം വർക്കൗട്ട് ആവണമെന്ന് അറിയില്ല, അസംഷൻസ് മാത്രമാണ്. സോ അവിടെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് കിടക്കുന്നത്. എക്സ്പെരിമെൻറ്റേഷൻ ഈസ് ദ സയൻറ്റിഫിക് അപ്രോച്ച് ടു വാലിഡേറ്റ് ദീസ് അസംഷൻസ്, ട്രാൻസ്ഫോമിങ് ദം ഇൻ ടു എവിഡൻസ് ബേസ്ഡ് ഇൻസൈറ്റ്സ്. ദാറ്റ് ഈസ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഐഡിയാസ് അല്ലെങ്കിൽ ഈ അസംഷൻസ് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന്, പ്രാക്ടിക്കലി പോസിബിൾ ആകുമോ ഇല്ലയോ എന്നൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വൈ എക്സ്പെരിമെൻറ്റേഷൻ ഈസ് ക്രിട്ടിക്കൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എക്സ്പെരിമെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നോ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ. എക്സ്പെരിമെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡീ റിസ്കിങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് അൺസർട്ടനിറ്റി. ദാറ്റ് ഈസ് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഐഡിയ ജനറേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അസംഷൻസ് ആണ്, അൺസർട്ടൈൻ ആണ്. ഇത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആവുക അല്ലെങ്കിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഉണ്ടാവുക, അതെല്ലാം അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ
എക്സ്പെരിമെൻറ്റേഷനിലൂടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കി, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എത്രത്തോളം ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ടെക്നിക്കലി അത് ഫീസിബിൾ ആണോ എന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു റിസ്ക് ഒഴിവാക്കുന്ന, അൺസർട്ടൈനിറ്റി എന്ന് പറഞ്ഞ ഒരു റിസ്ക് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ആക്സിലറേറ്റിംഗ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ, ദാറ്റ് ഈസ് ബിസിനസ്സസ് മെയിനായിട്ടും ഒരു പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മിനി വേർഷൻ, ദാറ്റ് ഈസ് എന്താണ്, നമ്മൾ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ MVP ഡെവലപ്മെന്റ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ അതിൻ്റെ ഒരു മിനി വേർഷൻ ക്രിയേറ്റ് ചെയ്ത് അത് എത്രത്തോളം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെദർ ടു കണ്ടിന്യൂ വിത്ത് ദ ഐഡിയ, ആ ഐഡിയ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ആണ് ഫോസ്റ്ററിങ് ആൻഡ് ഇന്നൊവേഷൻ കൾച്ചർ, ദാറ്റ് ഈസ് എക്സ്പെരിമെൻറ്റേഷനിലൂടെ ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഈ എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ കൊടുക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പണിഷബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാരെ മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ടും ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ, ദാറ്റ് ഈസ് ഏർലി ഡിറ്റക്റ്റ് ചെയ്താൽ, ദാറ്റ് ഈസ് ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് ആ ഐഡിയ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് പോസിബിൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതപ്പം തന്നെ ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ മാക്സിമം റിസോഴ്സ് ലോസ് ഒഴിവാക്കാം, അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ അൺവാണ്ടഡ് യൂസേജ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എക്സ്പെരിമെൻറ്റേഷൻ ക്രിട്ടിക്കലാണ്, ഒരു ബിസിനസ്സിൽ എക്സ്പെരിമെൻറ്റേഷൻ ക്രിട്ടിക്കലാണ് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ദെൻ നമ്മൾ നോക്കുന്ന പ്രാക്ടിക്കൽ അപ്രോച്ചസ് ടു ബിസിനസ് എക്സ്പെരിമെൻറ്റേഷൻ. ബിസിനസ് എക്സ്പെരിമെൻറ്റേഷനെ പ്രാക്ടിക്കലി ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് A/B ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയും. ദാറ്റ് ഈസ് ഒരു സിംഗിൾ വേരിയബിളിൻ്റെ 2 വേർഷൻസ് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. വിച്ച് വൺ ഈസ് ബെറ്റർ, A ആണോ B ആണോ എന്ന് ബെറ്റർ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതാണ്, വെബ്സൈറ്റ് ഡിസൈൻ ഏതാണ്, അതാണ് A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് പ്രോട്ടോടൈപ്പിംഗ്, അതുപോലെ തന്നെ MVP മിനിമം വിയബിൾ പ്രൊഡക്റ്റ്. ഇത് രണ്ടും നമ്മൾ പ്രീവിയസ് ടോപ്പിക്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏർലി റഫ് വേർഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ടെസ്റ്റ് സ്പെസിഫിക് ആസ്പെക്ട് ഓർ ഗ്യാദർ യൂസർ ഫീഡ്ബാക്ക്. യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഏർലി വേർഷൻ ഇറക്കുന്നതിനെയാണ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഞാൻ അതുപോലെ തന്നെയുള്ള കാരണമാണ് മിനിമം വേയബിൾ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ സ്മോളസ്റ്റ് പോസിബിൾ വേർഷൻസ് ഇറക്കുക. അതിൽ ഇതിൻ്റെ കോർ വാല്യൂസ് മാത്രം, കസ്റ്റമേഴ്സിന് വേണ്ട കോർ വാല്യൂസ് മാത്രം കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് കസ്റ്റമേഴ്സ് അതിനെ എത്രത്തോളം വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് മിനിമം വേയബിൾ പ്രൊഡക്റ്റ്. ദെൻ കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് ആണ് അനദർ വൺ, ദാറ്റ് ഈസ് ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, വീഡിയോ ഒക്കെ മാത്രം, അതായത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്ത് അത് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നതിനാണ് കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പൈലറ്റ് പ്രോഗ്രാംസ് ഓർ ഫീസിബിലിറ്റി സ്റ്റഡീസ്, ദാറ്റ് ഈസ് സ്മോൾ സ്കെയിൽ റിയൽ വേൾഡ് ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഇൻ എ ലിമിറ്റഡ് എൻവയോൺമെൻറ്റ്. ചെറിയ രീതിയിൽ പുതിയ ഇനീഷ്യേറ്റീവിനെ ആ ഒരു ചെറിയ എൻവയോൺമെൻറ്റിൽ ഒരു പെർട്ടിക്കുലർ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ഇറക്കുന്ന രീതിയാണ് പൈലറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ദെൻ ഫേക്ക് ഡോർ ടെസ്റ്റ് ആണ് അനദർ വൺ, ദാറ്റ് ഈസ് ആക്ച്വൽ ഓഫറിങ്സ് കൊടുക്കാതെ മോക്കപ്പ് ഓഫറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ വെബ്സൈറ്റിൽ ആ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. എത്രത്തോളം ആൾക്കാരത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഇനി ഒറിജിനലി പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനെയാണ് ഫേക്ക് ഡോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനുള്ള കുറച്ച് പ്രാക്ടിക്കൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാപ്രണർഷിപ്പ് ആണ്. നമുക്കറിയാം എൻ്റർപ്രണർഷിപ്പ് എന്നറിയാം, അതുപോലെ തന്നെ അതിനോട് ചേർന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻട്രാപ്രണർഷിപ്പ്. So an entrepreneur is an employee who takes initiative, create new ideas and drives innovation with a sense of ownership and calculated risk taking, much like an entrepreneur but operating within the company's existing resources and structure. സോ ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. അവർ എൻ്റർപ്രണേറിയൽ ഐഡിയാസ് അല്ലെങ്കിൽ എൻ്റർപ്രണേറിയൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. സോ ഇൻട്രാപ്രണർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമ്പനിയുടെ എംപ്ലോയി തന്നെയായിരിക്കും. ആ കമ്പനിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ കമ്പനിയുടെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നവരെയാണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻട്രാപ്രണർ? ഈ ഇൻട്രാപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇന്നോവേഷൻ ഓറിയൻറ്റഡ്. ഒരു ഇൻട്രാപ്രണർ
ആർ കോൺസ്റ്റൻ്റ്ലി ലുക്കിംഗ് ഫോർ വേസ് ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് സർവീസസ് ഓഫ് ഇൻറ്റേർണൽ പ്രോസസ്സസ്. ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി അവർ ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പുതിയ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നൊവേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എൻട്രപ്രനേഴ്സ് ആയിട്ടുണ്ടാവുക. ദെൻ പ്രോ ആക്റ്റീവ്നെസ്. ദേ ആർ ഫോർവേഡ് തിങ്കിങ് ആൻഡ് ഓഫൺ ടേക്ക് ഇനീഷ്യേറ്റീവ് വിത്തൗട്ട് ബീയിങ് പ്രോംപ്റ്റഡ്. ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ആക്ഷൻസ് അല്ലെങ്കിൽ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന വിത്തൗട്ട് ബീയിങ് പ്രോംപ്റ്റഡ്, അല്ലെങ്കിൽ ഓണേഴ്സ് പറയാതെ എംപ്ലോയീസ് അവരുടെ തന്നെ ആഗ്രഹപ്രകാരം പുതിയ പുതിയ ഐഡിയാസൊക്കെ ജനറേറ്റ് ചെയ്യുന്ന പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എൻട്രപ്രനേഴ്സ് എന്ന് പറയുന്നത്. ദെൻ റിസ്ക് ടേക്കിംഗ്. ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഉണ്ടാവും. സോ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അവർ ഓർഗനൈസേഷൻ്റെ തന്നെ റിസോഴ്സസ് ആയിരിക്കും. ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ടെക്നിക്കലായിട്ടാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് ബിസിനസ്സിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. Then autonomy and ownership. Entrepreneurs enjoy a certain level of autonomy and often takes ownership of their projects or ideas. അവരുടെ ഐഡിയാസിന് ഒരു പരിധിവരെ ഓട്ടോണോമി അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഓണർഷിപ്പ് അവർ തന്നെ ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻട്രപ്രണർ. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ എൻട്രപ്രണർ ആൻഡ് ഇൻട്രാപ്രണർ ആണ്. സോ ഈ എൻട്രപ്രണർ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ഓൺ ചെയ്യുന്നവരെയാണ് എൻട്രപ്രണർ എന്ന് പറയുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എൻട്രപ്രണർ ഓൺസ് ദ ബിസിനസ്, ഇൻട്രാപ്രണർ വർക്ക്സ് വിത്തിൻ എ കമ്പനി. അപ്പോൾ എൻട്രപ്രണർ എന്ന് പറയുന്നത് അവർ ബിസിനസ് ഓൺ ചെയ്യുന്നവരാണ്. അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. എല്ലാ എംപ്ലോയീസിനെയും അല്ല, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർ എൻട്രപ്രണേറിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. ദെൻ റിസ്കിൻ്റെ കേസിൽ എൻട്രപ്രണർ പേഴ്സണൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് ബെയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻട്രാപ്രണറിൻ്റെ കേസിൽ അവർക്ക് വളരെ കുറഞ്ഞ റിസ്ക് മാത്രമേ ഉള്ളൂ, ഫിനാൻഷ്യൽ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. കാരണം ഫിനാൻഷ്യൽ റിസോഴ്സസ് എല്ലാം ആ ബിസിനസ് അവർ വർക്ക് ചെയ്യുന്ന ബിസിനസ്സിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ റിസോഴ്സസ്. എൻട്രപ്രണർ അറേഞ്ചസ് റിസോഴ്സസ് എക്സ്റ്റേണലി. എൻട്രപ്രണർ പുറത്തുനിന്ന് തന്നെ റിസോഴ്സസ് അറേഞ്ച് ചെയ്യാണ് ചെയ്യുക. ഇൻട്രാപ്രണർ ഇൻറ്റേർണൽ റിസോഴ്സസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്. എൻട്രപ്രണറുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ബിസിനസ് ക്രിയേഷൻ. ഇൻട്രാപ്രണറുടെ ഒബ്ജക്റ്റീവ് ഇന്നോവേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ ഗ്രോത്ത് ആണ്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിപെൻഡൻസ് എൻട്രപ്രണർ ഓപ്പറേറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി. ബട്ട് ഇൻട്രാപ്രണർ ആ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻട്രപ്രണർ ആൻഡ് ഇൻട്രാപ്രണറിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞ ഒരു ഏരിയ. സോ ലാസ്റ്റ് നമ്മൾ നോക്കുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻട്രാപ്രണർഷിപ്പ് ആണ്. സോ അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ്സ് റെഡ്യൂസ്ഡ് റിസ്ക് ഫോർ ഇന്നോവേറ്റേഴ്സ്. ഇൻട്രാപ്രണേഴ്സിന് റിസ്ക് കുറവായിരിക്കും. ആക്സിലറേറ്റഡ് ഇന്നോവേഷൻ. പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ടാലൻറ്റ് ഡെവലപ്മെൻറ്റ്. ഓർഗനൈസേഷൻ എജിലിറ്റി. ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻസ് ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യും. കോസ്റ്റ് എഫിഷ്യൻസി. ഇതൊക്കെയാണ് ഇൻട്രാപ്രണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ്സ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ചില കമ്പനീസൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ചേഞ്ചസിനോട് താല്പര്യമില്ലാത്ത റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ റിസ്ക് അവേർഷൻ. കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാതെ ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ ബിസിനസ് കൊണ്ടുപോയാൽ മതി എന്നുള്ള ബിസിനസ്സുകളിൽ ഇൻട്രാപ്രണർഷിപ്പ് വർക്ക് ഔട്ട് ആവില്ല. ദെൻ ലാക്ക് ഓഫ് സപ്പോർട്ട്. സംടൈംസ് ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ഫിയർ ഓഫ് ഫെയിലിയർ. എംപ്ലോയീസിന് സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഫിയർ ഓഫ് ഫെയിലിയർ, അതുപോലെ തന്നെ അവരുടെ ഇൻകത്തിൽ അതിന് ബാധിക്കുമോ എന്നൊക്കെയുള്ള ഫിയർ ഉണ്ടാവാം. ദെൻ ഓർഗനൈസേഷണൽ ബ്യൂറോക്രസി. ചില ഹയറാർക്കിക്കൽ സ്ട്രക്ചേഴ്സിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ പലരോടും ചോദിക്കേണ്ടി വരും. ഒരു പുതിയ മാറ്റം വരുത്തണമെങ്കിൽ പല രീതിയിലുള്ള സ്ട്രക്ചറിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ബിസിനസ്സുകളിലൊന്നും ഇൻട്രാപ്രണർഷിപ്പ് വർക്ക് ഔട്ട് ആവില്ല. സോ ദീസ് ആർ സം ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ്. സോ ഇങ്ങനെ ചില അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഇൻട്രാപ്രണർഷിപ്പിന്. സോ ഇങ്ങനെയുള്ള 3 ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്തത്. ഐഡിയ ജനറേഷൻ, അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻട്രാപ്രണർഷിപ്പ്. സോ ഈ 3 ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്